ഒരൊറ്റ മിസ്റ്റേക്ക് എനിക്ക് സോൾവ് ചെയ്യാൻ ഒരു 1.5 വർഷം എനിക്ക് ബേൺ ചെയ്യേണ്ടി വന്നതാണ്. ബേസിക്കലി ഒന്നുമില്ല, ഞാൻ ഏർലി സ്റ്റേജിൽ നമ്മൾ ടെക് റൺ ചെയ്യുന്ന സമയത്ത് ഓടിയിരുന്ന മാർക്കറ്റിംഗും സെയിൽസും അക്കൗണ്ട്സും കോണ്ടന്റും റിസർച്ചും എല്ലാം ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഞാൻ നോക്കുമ്പോൾ ഇതിലെല്ലാം എനിക്ക് ചെയ്യാനറിയാം, ഇതിലെല്ലാം ഞാൻ ബെസ്റ്റാണ്, ഞാൻ തന്നെ ചെയ്താൽ മതിയല്ലോ. ആ സമയത്ത് ഒരു പേഴ്സൺ ഒരു 10 ജോബ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ 10 ജോബ്സിലോട്ടും അയാളുടെ ഫോക്കസും അയാളുടെ എഫേർട്സും അയാളുടെ ടൈമിങ്ങും എല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എല്ലാം ഒരു 10% വെച്ചിട്ട് എത്തുന്നുള്ളൂ. ഇങ്ങനെയെല്ലാം ഞാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇല്ലാതെ അവിടെ ഒരു പരിപാടി നടക്കും. ഐ കുഡന്റ് സ്കെയിൽ. അപ്പോൾ സ്കെയിൽ ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന സ്റ്റെപ്പ് താഴെപ്പോണ്ട അവസ്ഥയായി. അപ്പോൾ അവിടെ എനിക്ക് പുതിയ ടീമിനെ സ്കെയിൽ ചെയ്യാനും ടീമിനെ ഡെലിഗേറ്റ് ചെയ്യാനും കൊണ്ടുവരാനും ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനും ഞാൻ അതിൽ നിന്ന് മാറാനും ലിറ്ററലി 1.5 വർഷം കോസ്റ്റും ഫൈനാൻഷ്യൽസും എല്ലാം ബേൺ ചെയ്യേണ്ടി വന്നു. ഒരു പക്ഷേ എനിക്ക് അന്ന് തുടക്കത്തിൽ ചെയ്യുന്നതെല്ലാം കൂടി ചെയ്യുന്നത് ബെസ്റ്റ് കാര്യം തന്നെ. പക്ഷേ ചെയ്യുന്ന സമയത്ത് ഇത് ഡെലിഗേറ്റ് ചെയ്യാനുള്ള പ്ലാൻ കൂടി നീ കാണണം. അതിനനുസരിച്ച് ഒരു ടൈം ലൈൻ നിന്റെ പ്ലാനിൽ ഉണ്ടായിരിക്കണം, എന്നാലും നിനക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഈ 1.5 വർഷം എനിക്ക് എന്ത് ചെയ്യായിരുന്നു, സേവ് ചെയ്യായിരുന്നു. ഒരു സമയമാകുമ്പോൾ ഇതെപ്പോൾ എങ്ങനെ ആരെ ഏത് രീതിയിൽ ഏൽപ്പിക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്ലാൻ സിസ്റ്റം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സിസ്റ്റം ആയിരിക്കണം നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്. അതല്ല നമ്മൾ ഉണ്ടെങ്കിലേ കമ്പനി ഓട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ യു നീഡ് ടു റീതിങ്ക് അബൌട്ട് യുവർ ബിസിനസ് എന്നുള്ളതാണ്.